ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻറ്റ്. നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഫ്ലോട്ടേഷൻ, പ്ലവനം എന്ന് പറയുന്ന ഭാഗമാണ്. എന്താണ് ഫ്ലോട്ടേഷൻ? നിങ്ങളിൽ പല ആളുകളും ഫ്ലോ എന്നുള്ള ടേം കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിരുന്നു, ഫ്ലോ ചെയ്യാൻ കഴിവുള്ളത്, ഒഴുകാൻ കഴിവുള്ളതെന്ന് അല്ലേ? എന്നാൽ ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പൊങ്ങിക്കിടക്കുക എന്നുള്ളതാണ്. നമ്മൾ കടലിൽ നോക്കുകയാണെങ്കിൽ കപ്പൽ എന്ത് ചെയ്യുന്നു? പൊങ്ങിക്കിടക്കുന്നു. നമ്മളൊരു കുളത്തിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെള്ളത്തിലോട്ട് നമ്മളൊരു ബോള്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോളോ അല്ലെങ്കിൽ ഒരു റബ്ബറോ ഒരു കോർക്കോ ഇട്ടാൽ അതെന്ത് ചെയ്യുന്നു? പൊങ്ങിക്കിടക്കുന്നു. എങ്ങനെയാണ് ഇത് പൊങ്ങിക്കിടക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുകയാണ്. നമുക്ക് വ്യത്യസ്ത വൈവിധ്യമാർന്നിട്ടുള്ള ഫ്ലൂയിഡ്സുകൾ അവൈലബിൾ ആണ്, മീൻസ് ലിക്വിഡ്സുകൾ അവൈലബിൾ ആണ്. ഒരു സിമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പ്യുവർ വാട്ടർ ഉണ്ട്, സലൈൻ വാട്ടർ ഉണ്ട്, കെറോസിൻ ഉണ്ട്, പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്, ഓയിൽ ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ലിക്വിഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഒരു സിമ്പിൾ എക്സ്പെരിമെൻറ്റ്, വളരെ ലളിതമായ ഒരു പരീക്ഷണമാണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കുക, അല്ല പ്യുവർ പച്ച വെള്ളം, പ്യുവർ വാട്ടർ എടുക്കുക. എന്നിട്ട് ആ വാട്ടറിലോട്ട് ഞാൻ കുറച്ച് ഓയിൽ, അത് കോക്കനട്ട് ഓയിലാവാം, നമ്മുടെ സൺഫ്ലവർ ഓയിൽ, എന്താ കുറച്ച് ഓയിൽ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഇത് രണ്ടും എന്ത് ചെയ്യുന്നില്ല, മിക്സ് ആവുന്നില്ല. മറിച്ച് ആരാണ് പൊങ്ങിക്കെടുക്കുക? വാട്ടറിൻ്റെ മുകളിലായിട്ട് ഓയിൽ പൊങ്ങിക്കെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടാണ് അവിടെ വാട്ടറിൻ്റെ മുകളിൽ ഓയിൽ പൊങ്ങിക്കിടന്നത്? അതുപോലെ തന്നെ ഞാൻ ആ പച്ചവെള്ളവും കെറോസിനും, അതായത് പ്യുവർ വാട്ടറും മണ്ണെണ്ണയും മിക്സ് ചെയ്യുകയാണെങ്കിൽ മണ്ണെണ്ണ പൊങ്ങിക്കെടുക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതേസമയം മറ്റൊരു പരീക്ഷണം പറയാം. ഞാൻ ഒരു വലിയ പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് ഒരു കോഴിമുട്ട ഞാൻ ആ പച്ചവെള്ളത്തിലോട്ടിട്ടാൽ ആ കോഴിമുട്ട സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു? താഴ്ന്നു പോകും. ഇതേ കോഴിമുട്ട ഞാൻ ഒരു പാത്രത്തിൽ സുർക്ക, വിനഗിരിയാണ് എടുത്തതെങ്കിൽ ആ സുർക്കയിലേക്കാണ് ഞാൻ ഇടുന്നതെങ്കിൽ ഇത് എന്ത് ചെയ്യും? പൊങ്ങിക്കെടുക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഒരേ സാധനം പച്ചവെള്ളത്തിലിട്ടപ്പോൾ താഴ്ന്നു പോയി, സുർക്കയിലിട്ടപ്പോൾ പൊങ്ങിക്കിടക്കുന്നു. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് ഇവിടെ ചിന്തിക്കേണ്ട ഒരു ടേം ഡെൻസിറ്റി എന്ന് പറയുന്ന, സാന്ദ്രത എന്ന് പറയുന്ന ടേമാണ്. വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചോ. രണ്ട് വസ്തുക്കളെ നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ, രണ്ട് ദ്രവങ്ങളെ, രണ്ട് ഫ്ലൂയിഡ്സിനെ നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഡെൻസിറ്റി കൂടിയവ താഴെയും ഡെൻസിറ്റി കുറഞ്ഞവ മുകളിലുമായിട്ടായിരിക്കും ഇരിക്കുക. ഒരു ഉദാഹരണം, കെറോസിൻ്റെ ഡെൻസിറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. കെറോസിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 810 kg/m³ആണ്. പച്ചവെള്ളത്തിൻ്റെ ഡെൻസിറ്റി നമ്മൾ പഠിച്ചതാണ് 1000 kg/m³ആണ്. അപ്പോൾ ഡെൻസിറ്റി കൂടുതൽ ആരാണ്? പച്ചവെള്ളത്തിനാണ്. അപ്പോൾ പച്ചവെള്ളവും മണ്ണെണ്ണയും ഞാൻ മിക്സ് ചെയ്താൽ ആരായിരിക്കും പൊങ്ങിക്കിടക്കുക? മണ്ണെണ്ണയായിരിക്കും പൊങ്ങിക്കിടക്കുക. കാര്യം ഡെൻസിറ്റി കുറവുള്ളതാണ്. ഡെൻസിറ്റി കുറവുള്ളത് പൊങ്ങിക്കിടക്കും, ഡെൻസിറ്റി കൂടുതലുള്ളത് അടിയിലുമായിട്ട് കിടക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ ഈ പ്ലവനം എന്ന് പറയുന്ന ഭാഗത്ത് ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഡെൻസിറ്റികളിൽ വ്യത്യാസമുള്ള രണ്ട് ദ്രവങ്ങളെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ മുകളിൽ കിടക്കുന്നത്, പൊങ്ങിക്കിടക്കുന്നത് സാന്ദ്രത കുറവുള്ളതും അടിഭാഗത്തുള്ളത് സാന്ദ്രത കൂടുതലുള്ള വസ്തുക്കളും ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ, ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവനം എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇരുമ്പ്, ഞാൻ എൻ്റെ കയ്യിലൊരു ഇരുമ്പിൻ്റെ ഒരു ബ്ലോക്ക് ഉണ്ട്, ഒരു ചെറിയ കട്ടയുണ്ട്. ഞാൻ ആ ഇരുമ്പിൻ്റെ കട്ടയെ എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അത് ആ വെള്ളത്തിൽ താഴ്ന്നു പോവും, ശരിയല്ലേ? സിങ്ക് ചെയ്ത് പോവും. എന്നാൽ ഇതേ ഇരുമ്പ് കൊണ്ട് ഞാൻ വലിയ ഒരു കപ്പലുണ്ടാക്കിയാൽ, ഒരു ഷിപ്പ് ഉണ്ടാക്കിയാൽ, ആ ഷിപ്പിനെ ഞാൻ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചാൽ ആ ഷിപ്പ് എന്ത് ചെയ്യും? അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടും. നിങ്ങൾ ഡെൻസിറ്റിയെ കുറിച്ച് ആലോചിച്ചാൽ മതി. ഇവിടെ ഒരു ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഓൾറെഡി. എന്നാലും ഞാൻ ഇവിടെ ഒന്ന് എഴുതാം. ഡെൻസിറ്റി അഥവാ സാന്ദ്രത എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയമാണ്. സാന്ദ്രത എന്ന് പറഞ്ഞാൽ മാസ് ഹരിക്കണം, ഭാരമല്ല, മാസ് ഹരിക്കണം വ്യാപ്തമാണ്. ഓക്കെ, അപ്പോൾ വ്യാപ്തം കൂടിയ വസ്തുവിന്, ഇത് കണ്ടോ, ഇത് രണ്ടും വിപരീത അനുപാതത്തിലായിരിക്കും. വ്യാപ്തം കൂടിയ ഒരു വസ്തുവിന് ഡെൻസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. ഇരുമ്പ് കട്ട കൊണ്ട് വലിയൊരു കപ്പൽ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ആ കപ്പലിൻ്റെ മാസ് കൂടുതലാണ്, അതോടൊപ്പം അതിൻ്റെ വോളിയം, വ്യാപ്തവും വളരെ കൂടുതലാണ്. അതുകൊണ്ട് വ്യാപ്തം കൂടുമ്പോൾ
ആ കപ്പലിൻ്റെ ഡെൻസിറ്റി, ആകെ ടോട്ടൽ ഡെൻസിറ്റി സാന്ദ്രത കുറയുകയും അതിൻ്റെ ഫലമായിട്ട് ആ കപ്പൽ നമ്മുടെ കടലിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. അത് നമുക്ക് പറയാൻ സാധിക്കുക പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ, പ്ലവന തത്വം പഠിക്കുമ്പോഴാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. ഒരു അലുമിനിയം ഫോയിൽ എടുക്കുക. നമ്മൾ അലുമിനിയത്തിൻ്റെ ഫോയിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ ഇതേ അലുമിനിയം ഫോയിലിനെ 2 ഫോയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്നിൽ ഞാൻ ചുരുട്ടി കൂട്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ, ഒരു പാത്രത്തിൽ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ആ ഫോയിൽ താഴ്ന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി മറ്റൊരു അലുമിനിയം ഫോയിൽ എടുത്തിട്ട്, ഒരു അലുമിനിയത്തിൻ്റെ ഒരു ഷീറ്റ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ വക്കുകൾ ഇങ്ങനെ ഒരു പാത്രം പോലെ, ഒരു വെസൽ പോലെ ആക്കിയിട്ട്, ഒരു പ്ലേറ്റ് പോലെ അല്ലെങ്കിൽ ഒരു പാത്രം പോലെ ആക്കിയിട്ട് മെല്ലെ ഒരു ബക്കറ്റിൽ വെള്ളത്തിൽ ഇറക്കി വെച്ച് അത് പൊങ്ങി കിടക്കുന്നത് കാണാം. അവിടെ നമ്മൾ നോക്കുന്നത് ഈ വ്യാപ്തവുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡെൻസിറ്റി കൂടിയ വസ്തു എപ്പോഴും അടിഭാഗത്തായിരിക്കും കിടക്കുക. 2 വസ്തുക്കളെ മിക്സ് ചെയ്യുമ്പോൾ, 2 വസ്തുക്കളെ കലർത്തുമ്പോൾ അതിൽ ഡെൻസിറ്റി കൂടിയവ അടിഭാഗത്തും ഡെൻസിറ്റി കുറഞ്ഞവ മുകൾ ഭാഗത്തും ആയിരിക്കും. വോളിയം കൂടുന്ന സാഹചര്യത്തിനനുസരിച്ച് ആ വസ്തുവിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞു വരുന്നു, സ്വാഭാവികമായിട്ടും അത് പൊങ്ങിക്കിടക്കും. അലുമിനിയം വെസൽ നോക്കുകയാണെങ്കിൽ അതിന് ഡെൻസിറ്റി വോളിയം കൂടുതലാണ്. വോളിയം കൂടുതലായതുകൊണ്ട് തന്നെ അത് പാത്ര ഷേപ്പിലാക്കുമ്പോൾ വോളിയം കൂടുതലാണ്. അപ്പോൾ വോളിയം കൂടുതലാകുമ്പോൾ അത് പൊങ്ങിക്കിടക്കും. അതിൻ്റെ ഡെൻസിറ്റി സ്വാഭാവികമായിട്ടും ടോട്ടൽ ഡെൻസിറ്റി കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. മനസ്സിലായല്ലോ? അതിൻ്റെ വ്യക്തമായ ആൻസർ പഠിക്കണമെങ്കിൽ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്താണെന്ന് പഠിക്കണം. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷന് കടക്കുന്നതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഡസ്റ്റർ, നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഭാഗം ഫ്ലോട്ടേഷൻ ആണ് അല്ലെങ്കിൽ പ്ലവനമാണ്, പൊങ്ങിക്കിടക്കുക. അതായത് മുകളിലേക്ക് ഉയരാനും പാടില്ല, താഴോട്ട് വരാനും പാടില്ല, ഒരു ഭാഗത്ത് നിൽക്കുക. അതാണ് പൊങ്ങിക്കിടക്കുക എന്ന് പറയുന്നത്. വാട്ടറാണ്, ഈ വാട്ടറിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ മുഴുവൻ വാട്ടറാണ്. ഇതൊരു പ്ലേറ്റോ അല്ലെങ്കിൽ ഇതൊരു വസ്തുവാണ്. ഇത് എ എന്ന് പറയുന്ന ഒരു വസ്തു. ഈ വസ്തു ഈ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കാനുള്ള കണ്ടീഷൻ എന്തായിരിക്കും? 2 കണ്ടീഷനാണ്. നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. ഒരു വസ്തു ഒരു ദ്രവത്തിൽ ഇരിക്കുകയാണെങ്കിൽ ആ വസ്തുവിന്മേൽ പ്രധാനമായിട്ടും 2 ബലങ്ങളാണ് അനുഭവപ്പെടുക. ഒന്ന്, വസ്തുവിൻ്റെ ഭാരം താഴോട്ട്. രണ്ടാമത്, ഏത് ദ്രവത്തിലാണോ ആ വസ്തുവിനെ നമ്മൾ വെച്ചത് ആ ദ്രവം ആ വസ്തുവിൽ കൊടുക്കുന്ന ബോയിൻ ഫോഴ്സ്, പ്ലവക്ഷമ ബലം മുകളിലോട്ട്. നിങ്ങൾ നോക്ക്, ഇതെൻ്റെ കൈയാണ്. ഈ കൈയിലോട്ട് ഞാൻ ഈ മാർക്കർ വെച്ചു. ഈ മാർക്കർ വെക്കുമ്പോൾ എൻ്റെ കൈ താഴ്ന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഈ മാർക്കർ എൻ്റെ കയ്യിൽ തരുന്ന ബലം കൂടുതലാണ്. ആരെക്കാൾ? എൻ്റെ കൈ ഈ മാർക്കറിൽ കൊടുക്കുന്ന ബലത്തേക്കാൾ. അപ്പോൾ മാർക്കർ താഴോട്ട് കൊടുക്കുന്ന ബലം കൂടുതലാണ്. അപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ താഴോട്ട് പോകും. ഇനി ഇതേ കണ്ടീഷൻ, ഈ മാർക്കർ എൻ്റെ കയ്യിൽ താഴോട്ട് തരുന്ന ബലത്തേക്കാൾ കൂടിയ ഒരു ബലം ഞാൻ ഇവിടെ ഈ മാർക്കറിന് മുകളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ മാർക്കർ എന്ത് ചെയ്യും? പൊങ്ങി വരും. അപ്പോൾ നമ്മൾ പഠിച്ച് താഴ്ന്നു പോകുന്ന കണ്ടീഷനും പൊങ്ങി വരുന്ന കണ്ടീഷനും നമ്മുടെ ആവശ്യം ഇതാണോ? അല്ല, നമ്മുടെ ആവശ്യം പ്ലവനമാണ്, ഫ്ലോട്ടേഷനാണ്. ഇതിങ്ങനെ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ വസ്തുവിൻ്റെ താഴോട്ടുള്ള ഭാരം, വസ്തു താഴോട്ട് കൊടുക്കുന്ന ഭാരത്തെ നമ്മൾ വിളിക്കുക വെയിറ്റ് എന്നാണ്. ശരിയല്ലേ? വസ്തുവിൻ്റെ വെയിറ്റും ഏതാണോ മീഡിയം, ആ മീഡിയം മുകളിലേക്ക് കൊടുക്കുന്ന ഫോഴ്സിന് നമ്മൾ എന്താ വിളിക്കുക? ബോയൻസി, പ്ലവക്ഷമബലം. അപ്പോൾ വസ്തുവിൻ്റെ ഭാരവും ബോയൻസി, പ്ലവക്ഷമബലവും ഈക്വൽ ആയിരിക്കണം. എന്നാലേ ഇതിങ്ങനെ നിൽക്കുള്ളൂ, ഫ്ലോട്ട് ചെയ്ത് നിൽക്കുള്ളൂ. ശരിയല്ലേ? അപ്പോൾ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ പറയുന്നത്? വളരെ സിമ്പിളാണ്. വെയിറ്റ് ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി, പൊങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവിൻ്റെ ഭാരം ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഒരു വസ്തു ഒരു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ ആ വസ്തു ആ ദ്രവത്തിലേക്ക് ഇടുമ്പോൾ ആ ദ്രവത്തിൽ നിന്ന് ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരവും ആ വസ്തുവിൻ്റെ ഭാരവും തുല്യമായിരിക്കും എന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷനിൽ പ്ലവന തത്വത്തിൽ പറയുന്നത്. സിമ്പിളായിട്ട് നോക്കിയാൽ വെയിറ്റ് ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. നിങ്ങൾ കപ്പൽ കടലിലോട്ട് ഇറക്കുന്ന അല്ലെങ്കിൽ ഉരു അല്ലെങ്കിൽ ബോട്ട് കടലിലോട്ട് ഇറക്കുമ്പോൾ അതങ്ങ് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് വെള്ളം എന്ത് ചെയ്യും? ആ ഭാഗത്തുനിന്ന് മറ്റു ഭാഗത്തേക്ക് ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ കപ്പലിൻ്റെ ഭാരവും അവിടെ ഓവർഫ്ലോ ചെയ്ത ജലത്തിൻ്റെ ഭാരവും തുല്യമാണെങ്കിൽ ആ കപ്പൽ ഇങ്ങനെ നിൽക്കുള്ളൂ. ശരിക്കും തുല്യമായിരിക്കും. അതുകൊണ്ടാണ് കടലിൽ കപ്പൽ പൊങ്ങിക്കിടക്കുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ, പ്ലവന തത്വത്തിൻ്റെ ഡെഫിനിഷൻ നിർബന്ധമായിട്ടും പഠിക്കുക.
weight of a floating body is equal to the weight of the fluid displaced by it. ഒരു വസ്തു ഒരു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ ആ വസ്തുവിൻ്റെ ഭാരവും ആ ദ്രവത്തിൽ നിന്ന് ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതോടൊപ്പം ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. when a body is fully immersed in a fluid, അങ്ങനെ പറഞ്ഞാൽ എന്താ, ഒരു വസ്തു ഒരു ദ്രവത്തിൽ കംപ്ലീറ്റ് മുഴുവനായിട്ട് മുങ്ങിയിരിക്കുകയാണെങ്കിൽ the volume of the displaced fluid will be equal to the volume of the body. അങ്ങനെ പറഞ്ഞാൽ സിമ്പിളാണ്. ഒരു ടാങ്കിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തു, നിറച്ച് വെള്ളം എടുത്തു. എന്നിട്ട് ഞാൻ ആ ടാങ്കിൽ ഇപ്പോൾ നിറച്ച് വെള്ളം ഞാൻ ആ ടാങ്കിലേക്ക് എടുത്ത് ചാടിയാൽ എന്താ സംഭവിക്കുക? കുറച്ച് വെള്ളം കവിഞ്ഞു വയ്ക്കും. ഓക്കെ, ആ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കും എന്നറിയോ? എൻ്റെ വോളിയം എത്രയാണോ അത്രയും വോളിയം വെള്ളം എന്തായിരിക്കും ആ ടാങ്കിൽ നിന്ന് കവിഞ്ഞു ഒഴുകിയിട്ടുണ്ടാവും. എന്താ വോളിയത്തിൻ്റെ ഡെഫിനിഷൻ എന്താ? ഒരു മീഡിയത്തിൽ ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ വേണ്ടി വരുന്ന ആവശ്യമായി വരുന്ന സ്ഥലത്തിൻ്റെ അളവിനെയാണ് ആ വസ്തുവിൻ്റെ വോളിയം എന്ന് പറയാം. ഇപ്പം എൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ എൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? ഈ വായു എന്ന് പറയുന്ന, ഞാൻ ഇപ്പോൾ വായുവിലാണ്, അതുകൊണ്ട് വായു എന്ന് പറയുന്ന ഈ മീഡിയത്തിൽ അല്ലെങ്കിൽ ഒരു മീഡിയത്തിൽ, ഏതോ മീഡിയം, ഇപ്പോൾ വെള്ളത്തിലാണെങ്കിൽ വെള്ളത്തിൽ, ഒരു മീഡിയത്തിൽ ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ വേണ്ട സ്ഥലത്തിൻ്റെ അളവാണ് അതിൻ്റെ വോളിയം. വോളിയം കാണാൻ നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ, 8ാം ക്ലാസ് പഠിച്ചതാണ്. മീറ്റർ ക്യൂബ് എന്നാണ് വോളിയത്തിൻ്റെ യൂണിറ്റ് വരിക, ശരിയല്ലേ? അപ്പോൾ ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ വേണ്ട സ്ഥലത്തിൻ്റെ അളവാണ് വോളിയം. സ്വാഭാവികമായിട്ടും ഒരു ടാങ്കിൽ നിറച്ച് വെള്ളം എടുത്തിട്ട് ഞാൻ ഒരു വസ്തുവിനെ ആ ടാങ്കിലേക്ക് ഇടുമ്പോൾ ആ ടാങ്കിൽ നിന്ന് കുറച്ച് വെള്ളവും കവിഞ്ഞൊഴുകും. ആ കവിഞ്ഞൊഴുകിയ വെള്ളത്തിൻ്റെ വോളിയം എന്തിന് ഈക്വലായിരിക്കും? ഞാൻ ആ ടാങ്കിലേക്ക് ഇട്ട വസ്തുവിൻ്റെ വോളിയത്തിന് ഈക്വലായിരിക്കും. അതും കൂടി ഇതോടൊപ്പം നമുക്ക് പഠിക്കാനുണ്ട്. when a body is fully immersed in a fluid, the volume of the displaced fluid will be equal to the volume of the body. അതായത് ഒരു വസ്തു ഒരു ദ്രവത്തിൽ പൂർണ്ണമായും മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൻ്റെ വ്യാപ്തവും വസ്തു ആദേശം ചെയ്യുന്ന അല്ലെങ്കിൽ അതിലേക്ക് വസ്തു ഇടുമ്പോൾ വസ്തു ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ വ്യാപ്തവും തുല്യമായിരിക്കും. ഇത്രയും ഭാഗമാണ് നമുക്ക് ഫ്ലോട്ടേഷനുമായിട്ടും പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷനുമായിട്ടും ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ നമ്മൾ ഇതുപോലത്തെ ഒരു ഐഡിയ ആണ് പഠിച്ചത്. ഓക്കെ, ഇവിടെ പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എക്സാമിന് ചോദിക്കാറുണ്ട്. ഡെഫിനേഷൻ പഠിച്ചു വെക്കുക. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ, പ്ലവന തത്വം. വെയിറ്റ് ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി ഈസ് ഈക്വൽ ടു ദി വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. അതായത് പൊങ്ങിക്കിടക്കുന്ന ഒരു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവിൻ്റെ ഭാരവും ആ വസ്തു ആദേശം ചെയ്ത ദ്രവം അല്ലെങ്കിൽ ലിക്വിഡ് ദ്രാവകത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും എന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഭാഗത്ത് ഇത്രയാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട എന്നാൽ നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യാനുള്ള, അതായത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള, വാല്യൂസ് വന്നിട്ട് ഇക്വേഷൻ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു ഭാഗമാണ്. എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. റിലേറ്റീവ് ഡെൻസിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രത. നമ്മൾ ഡെൻസിറ്റിയെ കുറിച്ച് 8ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ അതിനെക്കുറിച്ചാണ് പഠിച്ചു വന്നിരുന്നത്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ഡെൻസിറ്റി കാണാൻ, ഇപ്പോൾ എൻ്റെ ഡെൻസിറ്റി കാണാൻ എൻ്റെ മാസിനെ എൻ്റെ വോളിയം കൊണ്ട് ഹരിച്ചാൽ മതിയാകും. അപ്പോൾ ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയമാണ്, അല്ലെങ്കിൽ സാന്ദ്രത ഈക്വൽ ടു മാസ് ബൈ വ്യാപ്തമാണ്. അതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത് ഡെൻസിറ്റി അല്ല, റിലേറ്റീവ് ഡെൻസിറ്റിയാണ്. അതിൻ്റെ മലയാളം ആപേക്ഷിക സാന്ദ്രതയാണ്. എന്താണ് ആപേക്ഷികം അല്ലെങ്കിൽ റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ? എപ്പോഴും നമുക്കറിയാം, നമ്മൾ റിലേറ്റ് ചെയ്ത് പറയുക, മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്ത് പറയുന്ന അതിനെയാണ് നമ്മൾ റിലേറ്റീവ് എന്ന് പറയാം. ഓക്കെ, അഥവാ ആപേക്ഷികം എന്ന് പറയാം. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ വേറെ കുട്ടിക്ക് തീരെ കുറവ് മാർക്ക് കിട്ടിയാൽ നമ്മൾ കമ്പയർ ചെയ്ത് പറയും, ഇവനിക്ക് അവളെക്കാൾ മാർക്ക് കൂടുതലാണ്, അല്ലെങ്കിൽ അവൾക്ക് ഇവനേക്കാൾ മാർക്ക് കൂടുതലാണ്, ഇവനിക്ക് അവനേക്കാൾ മാർക്ക് കുറവാണ്, അവനിക്ക് ഇവനേക്കാൾ മാർക്ക് കുറവാണ്. നമ്മൾ ഒരാളെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് പറയാറുണ്ട്. അതേപോലെ നമുക്കറിയാം ഡെൻസിറ്റി, സാന്ദ്രത, ഇത് പഠിച്ചിരിക്കണം. നിങ്ങൾ കാണാതെ ബൈഹാർട്ട് ചെയ്ത് വെക്കണം. വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്, ജലം പ്യുവർ വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പഠിച്ചതാണ്, 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. കെറോസിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണെണ്ണയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത്
810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. അതുപോലെ തന്നെ സലൈൻ വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പ് വെള്ളം, അതിൽ ഉപ്പിൻ്റെ അളവ് കൂടിയത് കൊണ്ട്, വെള്ളമാണ് പക്ഷെ ഉപ്പുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഡെൻസിറ്റി ഒന്ന് കൂടും. ഡെൻസിറ്റി 1025 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് വേണ്ടത് വാട്ടറാണ്. ഓക്കെ, എന്തിനാണ് ഞാൻ വാട്ടറിനെ മെയിനാക്കി എടുക്കുന്നത് അറിയോ? റിലേറ്റീവ് ഡെൻസിറ്റിയിലെ പ്രധാനപ്പെട്ട ആൾ വാട്ടറാണ്. അതായത് വാട്ടറിൻ്റെ ഡെൻസിറ്റിയുമായി മറ്റു വസ്തുക്കളുടെ ഡെൻസിറ്റി ബന്ധപ്പെടുത്തി പറയുന്നതിൻ്റെ ടേമാണ് റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം. മറ്റു വസ്തുക്കളുടെ സാന്ദ്രത ജലത്തേക്കാൾ എത്ര മടങ്ങ് കൂടുതലാണ് അല്ലെങ്കിൽ ജലത്തിൻ്റെ സാന്ദ്രതയേക്കാൾ എത്ര മടങ്ങ് കുറവാണ് എന്ന് പറയുന്ന ടേമാണ് ആപേക്ഷിക സാന്ദ്രത അഥവാ റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് റിലേറ്റീവ് ഡെൻസിറ്റി സമം ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അതായത് ആപേക്ഷിക സാന്ദ്രത സമം വസ്തുവിൻ്റെ അല്ലെങ്കിൽ ദ്രവത്തിൻ്റെ സാന്ദ്രത ഹരിക്കണം താഴത്തെ ഡിനോമിനേറ്ററിൽ എപ്പോഴും ജലത്തിൻ്റെ സാന്ദ്രത എന്നായിരിക്കും. മനസ്സിലായല്ലോ? അപ്പം നമുക്ക് എന്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ എന്നും എങ്ങനെയാണ് റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം റിലേറ്റീവ് ഡെൻസിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രതയുടെ ഡെഫിനിഷൻ നിർവചനം എന്താണെന്ന് ചോദിച്ചാൽ, റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദി റേഷ്യോ ഓഫ് ദ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ. അങ്ങനെ പറഞ്ഞാൽ എന്താ? ആപേക്ഷിക സാന്ദ്രത എന്ന് പറഞ്ഞാൽ വസ്തുക്കളുടെ സാന്ദ്രതയെ ജലത്തിൻ്റെ സാന്ദ്രതയുമായി ബന്ധപ്പെടുത്തി പറയുന്ന ആനുപാതിക സംഖ്യയാണ് ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത്. പദാർത്ഥങ്ങളുടെ സാന്ദ്രതയും ജലത്തിൻ്റെ സാന്ദ്രതയും തമ്മിലുള്ള ആനുപാതിക സംഖ്യയാണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. റിലേറ്റീവ് ഡെൻസിറ്റി കണക്കാക്കാനുള്ള സമവാക്യം പഠിച്ചു വെക്കണം. ഇത് വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. റിലേറ്റീവ് ഡെൻസിറ്റി സമം ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഏതാണോ നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ മണ്ണെണ്ണയാണെങ്കിൽ മണ്ണെണ്ണ, പെട്രോൾ ആണെങ്കിൽ പെട്രോൾ, ഡീസൽ ആണെങ്കിൽ ഡീസൽ. ഓക്കെ, ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. പഠിച്ചു വെച്ചോ, ഈ ക്വസ്റ്റ്യനിൽ എപ്പോഴും ഡെൻസിറ്റി ഓഫ് വാട്ടറിൻ്റെ ഈ ഡിനോമിനേറ്ററിൽ എന്തായിരിക്കും നമ്മൾ എടുക്കേണ്ടത്? 1000. കാര്യം എന്താ? വാട്ടറിൻ്റെ ഡെൻസിറ്റി നമുക്കറിയാം 1000 ആണ്. അപ്പോൾ എപ്പോഴും ഇവിടെ 1000 ആയിരിക്കും വരിക. ഓക്കെ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആപേക്ഷിക സാന്ദ്രത സമം വസ്തുവിൻ്റെ സാന്ദ്രത ഹരിക്കണം ജലത്തിൻ്റെ സാന്ദ്രത. ഓക്കെ, വസ്തു ഏതാണോ എടുക്കുന്നത് അതിൻ്റെ സാന്ദ്രത മുകളിലും ഇവിടെ ജലത്തിൻ്റെ സാന്ദ്രത ആയിട്ടുള്ള 1000 നമുക്ക് എടുക്കേണ്ടത്. ഇത് വെച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇതൊരു ആനുപാതിക സംഖ്യയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് റേഷ്യോ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. റേഷ്യോ ആയതുകൊണ്ട് തന്നെ ഇതിന് യൂണിറ്റ് ഉണ്ടാകുകയില്ല. അത് എങ്ങനെയാണ് യൂണിറ്റ് ഇല്ലാത്തതെന്നുള്ളത് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്ലിയറായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് ആദ്യമായിട്ട് മണ്ണെണ്ണയുടെ റിലേറ്റീവ് ഡെൻസിറ്റി എന്താണെന്ന് കണ്ടെത്താം. ഓക്കെ, അതാ നമ്മുടെ കെറോസിൻ്റെ ആപേക്ഷിക സാന്ദ്രത എത്രയാണെന്ന് നമുക്ക് കണ്ടെത്താം. ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതോട് കൂടി ഈ ഭാഗം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മണ്ണെണ്ണയുടെ റിലേറ്റീവ് ഡെൻസിറ്റി, മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത കണക്കാക്കുക, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യാന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ഔട്ട് ദി റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് കെറോസിൻ. അതായത് മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്രയാണെന്ന ചോദ്യം. അതിന് നമുക്ക് 2 ഡീറ്റെയിലാണ് വേണ്ടത്. ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ ഓർമ്മ വേണം. നമ്മൾ ആ ഇക്വേഷൻ എഴുതാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? റിലേറ്റീവ് ഡെൻസിറ്റി. ഞാൻ RD എന്ന് സൂചിപ്പിക്കുന്നുള്ളൂ കേട്ടോ. RD മീൻസ് റിലേറ്റീവ് ഡെൻസിറ്റി സമം എന്താണ്? ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ്. ഓക്കെ, ഡെൻസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഒബ്ജക്റ്റ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അതായത് ആപേക്ഷിക സാന്ദ്രത സമം വസ്തുവിൻ്റെ സാന്ദ്രത ഹരിക്കണം ജലത്തിൻ്റെ സാന്ദ്രത. ഇവിടെ നമുക്ക് കാണാനുള്ളത് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് കെറോസിനാണ്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് കെറോസിൻ്റെ ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ആരാണ്? കെറോസിനാണ്. അപ്പോൾ കെറോസിൻ്റെ ഡെൻസിറ്റി നമുക്ക് അറിയണം. അതുപോലെ തന്നെ ഡെൻസിറ്റി ഓഫ് വാട്ടറിൻ്റെ ഡെൻസിറ്റി നമുക്ക് അറിയണം. നമ്മൾ മുന്നേ പഠിച്ചു വെച്ചിട്ടുണ്ട്,
വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1000 ആണ്, കെറോസിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 810 ആണ് എന്നുള്ളത്. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. റിലേറ്റീവ് ഡെൻസിറ്റി ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മുടെ ഇവിടെ കെറോസിനാണ്, അതുകൊണ്ട് ഡെൻസിറ്റി ഓഫ് കെറോസിൻ നമ്മൾ 810 യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഡിവൈഡഡ് ബൈ വാട്ടർ. ഡെൻസിറ്റി ഓഫ് വാട്ടറിൻ്റെ ഡെൻസിറ്റി നമുക്കറിയാം 1000 ആണ്, 1000 ആണ്, 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ യൂണിറ്റും വെട്ടിപ്പോകും. കാര്യം മുകളിലും ഡെൻസിറ്റിയാണ്, താഴെയും ഡെൻസിറ്റി. അപ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും കട്ടായി പോകും. അതുകൊണ്ട് നിങ്ങൾ കാര്യം മനസ്സിലാക്കി വെച്ചോ, ആപേക്ഷിക സാന്ദ്രതക്ക് റിലേറ്റീവ് ഡെൻസിറ്റിക്ക് എന്തുണ്ടാകില്ല, യൂണിറ്റ് ഉണ്ടാകില്ല. സിൻസ് ഇറ്റ് ഇസ് എ റേഷ്യോ. ഇതൊരു ആനുപാതികമായതുകൊണ്ട്, ഒരു ആനുപാതിക സംഖ്യ ആയതുകൊണ്ട്, ഒരു റേഷ്യോ ആയതുകൊണ്ട് ആപേക്ഷിക സാന്ദ്രതക്കോ യൂണിറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഇവിടെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഹരിക്കണം 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു 1, 2, 3 0 അപ്പോൾ 3 സ്ഥാനം മാറ്റി കുതിരണം. 1, 2, 3 നമുക്ക് കിട്ടും 0.810. 0 വേണമെന്നില്ല, 0.81 എന്നായിരിക്കും ആൻസർ. അവിടെ യൂണിറ്റ് ഉണ്ടായിരിക്കുന്നില്ല. അപ്പോൾ കെറോസിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി നമ്മൾ കണ്ടെത്തി. ഇതേപോലെ നമുക്ക് സലൈൻ വാട്ടറിൻ്റെ ഉപ്പ് വെള്ളത്തിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടെത്തി ഇവിടെ തീർച്ചയായിട്ടും. ബട്ട് നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദി റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് സലൈൻ വാട്ടർ. അപ്പം നമുക്ക് ഡെൻസിറ്റി ഓഫ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിലുള്ളടത്ത് എന്തായിട്ട് വരും? നമ്മുടെ സലൈൻ വാട്ടർ വരും. അതുപോലെ തന്നെ ഡെൻസിറ്റി ഓഫ് വാട്ടറിനോടത്തോ വാട്ടറിനെ എപ്പോഴും മനസ്സിലാക്കുക, ഈ ഒരു ക്വസ്റ്റ്യനിൽ എപ്പോഴും ഡിനോമിനേറ്ററിൽ 1000 എടുത്താൽ മതി. ഓക്കെ, അതങ്ങ് പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ആകെ മാറ്റം വരിക ഈ ഭാഗത്താണ്. റിലേറ്റീവ് ഡെൻസിറ്റി സമം ഡെൻസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആരാണ്? സലൈൻ വാട്ടർ ആണ്. അത് നമുക്ക് 1025 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ഡിവൈഡ് ബൈ എപ്പോഴും എന്തായിരിക്കും? 1000 ആയിരിക്കും. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. അപ്പോൾ നമ്മൾ ആൻസർ എന്തായിരിക്കും വരിക? ഇതും കട്ട് ചെയ്ത് പോയാൽ 1, 2, 3 0 1, 2, 3 1.025 എന്നതായിരിക്കും ഇവിടുത്തെ ആപേക്ഷിക സാന്ദ്രത. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദി റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് വാട്ടർ? വാട്ടറിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി എത്രയായിരിക്കും? എക്സാമിന് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വാട്ടർ, അപ്പോൾ നമ്മൾ മറ്റു വസ്തുക്കളെ വാട്ടറുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. വാട്ടറിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി എന്താ? പഠിച്ചു വെച്ചോ. വാട്ടറിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും. എന്താ കാര്യം? എടോ, ഡെൻസിറ്റി ഓഫ് ഒബ്ജക്റ്റ് എന്നുള്ളിടത്ത് വാട്ടർ തന്നെയാണ് വരിക. അപ്പോൾ 1000/1000. അപ്പോൾ 1000/1000 ചെയ്താൽ എന്താ കിട്ടുക? 1 ആണ് കിട്ടുക. നമുക്കിവിടെ കാണിക്കാം. ഫൈൻഡ് ഔട്ട് ദി റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ഒബ്ജക്റ്റ് അവിടെ എന്ത് വരും? അവിടെ നമ്മൾ വാട്ടറിൻ്റെ ഡെൻസിറ്റിയാണ് എടുക്കേണ്ടത്. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഡിവൈഡ് ബൈ ഇതും 1000 തന്നെയായിരിക്കും, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇതും വെട്ടിപ്പോയ ബാക്കി ആൻസർ 1 ആയിരിക്കും. ഇതാണ് റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ഭാഗത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കാനുള്ളത്. ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്. ഓക്കെ, ഹൈഡ്രോമീറ്റർ ഈ ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് എന്തിനാ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. അപ്പോൾ ഹൈഡ്രോമീറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ഫൈൻഡ് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്. എക്സാം ചോദിക്കാറുണ്ട്, വസ്തുക്കളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രോമീറ്റർ ആണ്. ഞാൻ ഹൈഡ്രോമീറ്റർ എടുത്തിട്ട് മണ്ണെണ്ണയിൽ ഇങ്ങനെ മുക്കി നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ തെർമോമീറ്റർ കണ്ടില്ലേ, ഒരു ഗ്ലാസ് ട്യൂബും അതിൻ്റെ ഉള്ളിൽ മെർക്കുറിയും, അതേ ഒരു സെറ്റപ്പാണ് ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത്. ഞാൻ ഹൈഡ്രോമീറ്റർ എടുത്തിട്ട് മണ്ണെണ്ണയിൽ കൊണ്ടുപോയി മുക്കിയാൽ എനിക്ക് റീഡിങ് കാണാൻ പറ്റും 0.81. ഞാൻ ഹൈഡ്രോമീറ്റർ എടുത്തിട്ട് സലൈൻ വാട്ടർ ഉപ്പ് വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കിയാൽ എനിക്ക് അതിൽ കാണാൻ പറ്റും 1.02. അതേപോലെ ഞാൻ ഹൈഡ്രോമീറ്റർ എടുത്തിട്ട് നമ്മുടെ പ്യുവർ വാട്ടറിൽ ശുദ്ധജലത്തിൽ മുക്കിയാൽ അതിൽ റീഡിങ് 1 എന്ന് കാണിക്കും. അതേപോലെ പഠിക്കാനുള്ളതാണ് മറ്റൊന്ന് ലാക്ടോമീറ്റർ. ഓക്കെ,
ലാക്ടോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ നമ്മുടെ ഈ പാലുണ്ടല്ലോ, മിൽമയിലേക്കൊക്കെ പാൽ അളക്കുമല്ലോ, അപ്പോൾ പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ, പാലിൻ്റെ ശുദ്ധത എത്രത്തോളം ഉണ്ടെന്ന് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞാൽ ആപേക്ഷിക സാന്ദ്രത, റിലേറ്റീവ് ഡെൻസിറ്റി അളക്കാനുള്ള ഉപകരണമാണ്. ലാക്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ പാലിലെ, മിൽക്കിലെ പ്യൂരിറ്റി അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ്. ഓക്കെ, രണ്ടും ബേസിക്കലി ഒരു നമ്മുടെ തെർമോമീറ്റർ പോലത്തെ ഒരു സെറ്റപ്പാണ് ഹൈഡ്രോമീറ്റർ, ലാക്ടോമീറ്റർ. ഇത്രയുമാണ് നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റി, ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ ഉണ്ട്, ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യണം. നമ്മളിപ്പോൾ സലൈൻ വാട്ടറിൻ്റെതും കെറോസിൻ്റെതും അതുപോലെ തന്നെ പ്യുവർ വാട്ടറിൻ്റെയും റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടു. ഏത് തന്നാലും പ്രശ്നമില്ല, ഏതാണോ തന്നത് അതിൻ്റെ ഡെൻസിറ്റി മുകളിലെടുക്കുക. പിന്നെ താഴത്തെ എപ്പോഴും അടിയിൽ എന്തായിരിക്കും, ഡിനോമിനേറ്ററിൽ വാട്ടറിൻ്റെ ഡെൻസിറ്റി ആയിരിക്കും. ഓക്കെ.